ഹലോ, ഞാൻ ഡോക്ടർ പൊന്നു. അപ്പോൾ ഇന്ന് ഞാൻ ഫിറ്റ്സിൻ്റെ ട്രീറ്റ്മെൻറ്റിനെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ ചില ആൾക്കാരിൽ ഒരിക്കൽ മാത്രം ഫിറ്റ്സ് വരും. ടെസ്റ്റുകളെല്ലാം നോർമലായിരിക്കും, MRI EEG എല്ലാം നോർമലായിരിക്കും. എന്നിരുന്നാലും ചിലപ്പോൾ ന്യൂറോളജിസ്റ്റുകൾ മരുന്ന് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഇത് പൊതുവെ എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ്, എല്ലാ ടെസ്റ്റുകളും നോർമലാണെങ്കിൽ എന്തിനാണ് മരുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ അതൊരു പല പല മാനദണ്ഡങ്ങളുടെ ബേസിസിലാണ്, പല ക്രൈറ്റീരിയയുടെ ബേസിലാണ് നമ്മൾ മരുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു പ്രൊവോക്കേറ്റീവ് ഫാക്ടറും ഇല്ലാതെ ഒരാൾക്ക് ഫിറ്റ്സ് ഒരു പ്രാവശ്യം വരുന്നതിനെയാണ് ഫസ്റ്റ് എപ്പിസോഡ് ഓഫ് അൺപ്രൊവോക്ഡ് സീഷർ എന്ന് പറയുന്നത്. അതായത് ഫീവർ കൊണ്ട് ചില ആൾക്കാർക്ക് ഫിറ്റ്സ് വരാം, അല്ലെങ്കിൽ സോഡിയത്തിൻ്റെ കുറവ് കൊണ്ട് വരാം, അല്ലെങ്കിൽ ഷുഗറിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ, ഷുഗർ കുറഞ്ഞാലോ കൂടിയാലോ ഫിറ്റ്സ് വരാം. ഇങ്ങനെയുള്ള ഒരു കാരണവും ഇല്ലാതെ ഒരാൾക്ക് ഫിറ്റ്സ് വരുന്നതിനാണ് അൺപ്രൊവോക്ഡ് സീഷർ എന്ന് പറയുന്നത്. അപ്പോൾ അൺപ്രൊവോക്ഡ് സീഷർ ആകുമ്പോൾ നമ്മൾ ഇവാലുവേഷൻ ചെയ്യും, അതായത് MRI EEG പോലുള്ള കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള ടെസ്റ്റുകൾ നോർമൽ ആണെങ്കിലും ചില കേസസിൽ നമ്മൾ മരുന്ന് സ്റ്റാർട്ട് ചെയ്യും. ഫോർ എക്സാമ്പിൾ, ചില ആൾക്കാരിൽ സ്ട്രോങ് ആയിട്ടുള്ള ഫാമിലി ഹിസ്റ്ററി ഉണ്ടാവും. ഇപ്പം സഹോദരങ്ങൾക്കോ അല്ലെങ്കിൽ അച്ഛനോ അമ്മയ്ക്കോ ആർക്കെങ്കിലും ഫിറ്റ്സിൻ്റെ അസുഖം ഉണ്ടായിരിക്കാം. അങ്ങനെ ഉണ്ടെങ്കിൽ ഇദ്ദേഹത്തിനും പിന്നെയും ഫിറ്റ്സ് വരാനുള്ള ചാൻസ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ നമ്മൾ മരുന്ന് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ നമ്മുടെ ന്യൂറോളജിക്കൽ എക്സാമിനേഷൻ, നമ്മളൊരു രോഗിയെ പരിശോധിക്കുമ്പോൾ അദ്ദേഹത്തിന് എന്തെങ്കിലും നോർമൽ അല്ലാത്ത രീതിയിലുള്ള പരിശോധനകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും മരുന്ന് സ്റ്റാർട്ട് ചെയ്യും. അതുപോലെ തന്നെ നൈറ്റിൽ വരുന്ന സീഷേഴ്സ്, നൊക്ടേണൽ സീഷേഴ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഉറക്കത്തിൽ വരുന്ന ഫിറ്റ്സിൻ്റെ അർത്ഥം അത് പിന്നെയും വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ നമ്മൾ EEG MRI നോർമൽ ആണെങ്കിൽ കൂടിയും മരുന്ന് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ ഹൈ റിസ്ക് ജോബ് ഡ്രൈവ് ചെയ്യുന്നവർ, അല്ലെങ്കിൽ ഹെവി മെഷീൻസിൻ്റെ ഒക്കെ അടുത്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഫസ്റ്റ് എപ്പിസോഡിലും മരുന്ന് സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. ഇനി ഫസ്റ്റ് എപ്പിസോഡ് വളരെ ഒരു തീവ്രമായ രീതിയിലാണ് വന്നതെങ്കിലും നമ്മൾ മരുന്ന് സ്റ്റാർട്ട് ചെയ്യും. അതിനെ സ്റ്റാറ്റസ് എപ്പിലെപ്റ്റിക്കസ് എന്നൊക്കെയാണ് പറയുന്നത്. അതായത് വളരെ നേരം നീണ്ടു നിന്ന ഒരു ഫിറ്റ്സ് ആണെങ്കിലും നമ്മൾ ഫസ്റ്റ് എപ്പിസോഡിൽ തന്നെ എല്ലാ ടെസ്റ്റുകളും നോർമൽ ആണെങ്കിലും മരുന്ന് സ്റ്റാർട്ട് ചെയ്യും. ഈ ഫിറ്റ്സ് ഒരു പരിധി കൂടുതൽ നീണ്ടു നിന്ന് കഴിഞ്ഞാൽ നമുക്ക് തടസ്സം ഉണ്ടായി നമുക്ക് മരണത്തിലേക്ക് വരെ നീങ്ങാം. അപ്പം അങ്ങനെയുള്ള റിസ്ക് ഉള്ള പേഷ്യൻസിന് നമ്മൾ മരുന്ന് സ്റ്റാർട്ട് ചെയ്യും. ഫോക്കൽ സീഷർ എന്ന് പറയുന്ന ഒരു എൻറ്റിറ്റിയിൽ നമ്മൾ മരുന്ന് സ്റ്റാർട്ട് ചെയ്യും. സാധാരണ നമ്മൾ TV-യിലും മൂവിയിലും ഒക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ, 2 കൈയും കാലും ഇങ്ങനെ വെട്ടി ഫിറ്റ്സ് വരുന്നത്. ഒരു കൈയിലോ കാലിലോ മാത്രമാണ് ഫിറ്റ്സ് വരുന്നത്. അതിനെ ഫോക്കൽ സീഷർ എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും മരുന്ന് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട റീസൺസ് നമ്മൾ ഫസ്റ്റ് എപ്പിസോഡിൽ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ. ഇനി MRIയിൽ EEGയിലോ പ്രശ്നമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു ഇൻഡിക്കേഷനാണ് മരുന്ന് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഫസ്റ്റ് 2 വർഷം ഫിറ്റ്സ് വരാനുള്ള ചാൻസ് കുറയും നമ്മൾ മരുന്ന് സ്റ്റാർട്ട് ചെയ്താൽ ഉടനെ തന്നെ.